സോഫ്റ്റ്വെയറിൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ട് ഇനി നമുക്ക് സാധാരണ കോമൺ ആയിട്ട് ഒരു കമ്പനിക്ക് ഫേമിന് ആവശ്യം വരുന്ന സംഗതിയാണ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യാന്നുള്ള കമ്പനീൻ്റെ സാലറി, അതുപോലെ റെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരെ പെട്രോളിൻ്റെ ക്യാഷ്, അതേപോലെ ഇപ്പോൾ ട്രാവലിംഗ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ട്രാവലിംഗ് എക്സ്പെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ സോഫ്റ്റ്വെയർ മെനു ഓപ്പൺ ചെയ്തതിന് ശേഷം മാനേജ് ഓപ്പൺ ചെയ്യുക. മെനുവിൽ മാനേജ് ഓപ്പൺ ചെയ്യുക. എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്കൊരു എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ബ്ലൂ കളർ ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരാണോ നമ്മുടെ സ്റ്റാഫ്, ആ സ്റ്റാഫിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ജാബിർ സാലറി. അതിനുശേഷം എക്സ്പെൻസ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സാലറി സെലക്ട് ചെയ്യുക. അതേപോലെ അസൈൻ ടു യൂസർ, ഇതിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് അഡ്മിൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഈ ജാബിർ സാലറി എന്നുള്ള ഓപ്ഷന് ആഡ് ആയിട്ട് വരും. ഇതേപോലെ നമുക്ക് അഡീഷണൽ ഇനിയിപ്പോൾ എന്ത് റെൻ്റ് ആണെങ്കിൽ റെൻ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റെൻ്റ് ആണെങ്കിൽ റെൻറ്റ് കൊടുക്കുക, കമ്പനീൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് ആണെങ്കിൽ ഫ്യൂവൽ എക്സ്പെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ആഡ് എക്സ്പെൻസ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് ലിസ്റ്റിലേക്ക് ഇത് എന്ത് ചെയ്യും, ആഡ് ആയിട്ട് വരും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മാനേജിൽ പോവുക. നമ്മൾ എക്സ്പെൻസ് ഇനി അഡീഷണൽ പുതിയ അക്കൗണ്ടോ കാര്യങ്ങളോ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അക്കൗണ്ട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യണം, അതായത് എക്സ്പെൻസിൻ്റെ ക്യാഷ് കൊടുക്കാൻ ട്രാൻസാക്ഷൻ എന്നുള്ള മെനു ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്പെൻസ് എടുക്കുക. എക്സ്പെൻസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ന്യൂ എക്സ്പെൻസ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് നമ്പർ, നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ കൊടുക്കുന്ന സ്ലിപ്പിൻ്റെ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും അതുകൂടെ കൊടുക്കാൻ പറ്റും. ഡേറ്റ് കൊടുക്കുക. അതേപോലെ എക്സ്പെൻസ് അക്കൗണ്ട് ഏത് അക്കൗണ്ട് എന്നുള്ള ജാബിർ സാലറി ആണെങ്കിൽ അതെടുക്കുക. ട്രാൻസാക്ഷൻ മോഡ്, ഇത് നമ്മൾ ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത്, ബാങ്കിൽ നിന്നാണോ കൊടുക്കുന്നത്, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് സെലക്ട് ചെയ്യുക. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ബാങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേറെ ക്യാഷ് ബുക്ക്, വേറെ ക്യാഷ് ഇൻ ഹാൻഡ് 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാങ്കിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ക്യാഷ് ബുക്ക് 2 എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമ്മൾ എത്രയാണ് ആൾക്ക് സാലറി കൊടുക്കുന്ന എമൗണ്ട് കൊടുക്കുക. പിന്നെ എക്സ്പെൻസ്, ടാക്സുള്ള എക്സ്പെൻസുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതിന് പകരം ഇവിടെ എന്ത് ചെയ്യാണ്, ഷോപ്പിൻ്റെ റെൻ്റാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് ഇപ്പോൾ 10,000 റിയാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 10,000 റിയാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എക്സ്പെൻസ് ടാക്സ്, ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എക്സ്പെൻസ് ഇപ്പോൾ പുതിയ സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക് ഇജാറയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്തുണ്ടാവും, എക്സ്പെൻസിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 10,000 റിയാൽ വാറ്റുള്ള ബില്ലടിച്ച ആളാണെന്നുണ്ടെങ്കിൽ 11,500 റിയാൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1,500 റിയാൽ അഡീഷണൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്ട്രാ ടാക്സ് എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എക്സ്പെൻസിന് ടാക്സ് കൊടുത്ത് താഴെ നമ്മൾ കമ്പനി നെയിം എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെൻസ് പർച്ചേസ് ചെയ്യുന്ന കമ്പനീൻ്റെ പേര്, അവരുടെ വാറ്റ് നമ്പർ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെൻസിന് കൊടുക്കുന്ന ടാക്സ് നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ള എമൗണ്ടിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്തിട്ട് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ 1,000 റിയാൽ അല്ലെങ്കിൽ 10,000 റിയാൽ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഈ എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതോട് കൂടി നമുക്ക് എന്ത് ഓപ്ഷന് കിട്ടും, ഈ ട്രാൻസാക്ഷൻ ഇടുന്നതോട് കൂടി 1,500 റിയാലായി നമുക്ക് മൈനസ് ആയിട്ട് കിട്ടും. കമ്പനീൻ്റെ പേരും അവരുടെ വാറ്റ് നമ്പറും കൊടുക്കുക. റെഫറൻസ് നമ്പർ എന്നുള്ള കോളത്തിൽ ആ കമ്പനീൻ്റെ നമുക്ക് തന്ന ഇൻവോയ്സ് നമ്പറും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു നമ്പർ, ഇൻവോയ്സ് നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കമ്പനീൻ്റെ പേര്, ഇപ്പോൾ നാദക് എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു കമ്പനി അക്കൗണ്ട് ചെയ്ത് അവരുടെ വാറ്റ് നമ്പറും സിമ്പിളായിട്ട് നമ്മളൊരു നമ്പർ കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നതോട് കൂടി എന്തായി, ഈ എക്സ്പെൻസ് എൻട്രി ആയി. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ക്യാഷ് ഇൻ ഹാൻഡ് എടുത്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡിൽ ഉണ്ടാവും. ഇന്ന ഡേറ്റിൽ ഇന്ന എക്സ്പെൻസ് ക്യാഷ് ഇൻ ഹാൻഡ് പോയെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അവിടെ കാണിക്കും. ഇനി അതല്ല ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ടിൽ എന്തുണ്ടാവും, ആളെ പേരോ ഡീറ്റെയിൽസോ ബാങ്കോ എന്താ ഡീറ്റെയിൽസ് എന്നുള്ള എവിടെ നിന്നാണ് ക്യാഷ് പോയെന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുക, റിപ്പോർട്ടിൽ നമുക്ക് എന്തുണ്ടാവും, എക്സ്പെൻസിൻ്റെ റിപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് എക്സ്പെൻസ് റിപ്പോർട്ട് എടുക്കും. എക്സ്പെൻസ് റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റത്തെ മാത്രം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ഓരോ കാറ്റഗറി വൈസ് എക്സ്പെൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാലറി മാത്രം എത്ര കൊടുത്ത്, പിന്നെ ഷോപ്പിൻ്റെ എക്സ്പെൻസ് മാത്രം എത്ര കൊടുത്ത്, വെഹിക്കിൾ എക്സ്പെൻസ് എത്ര ഉണ്ട്, അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഇനി ഒരാളെ അക്കൗണ്ട്, ഒരു സ്റ്റാഫിൻ്റെ മാത്രം അവൻ്റെ ഒരു വർഷത്തിൽ എത്ര സാലറി കൊടുത്തു എന്നുള്ളത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ആവും. കംപ്ലീറ്റ് റിപ്പോർട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്ത് കിട്ടും. ഇതേപോലെ റിപ്പോർട്ടിൽ നമ്മളെ ടാക്സ് റിപ്പോർട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കമ്പനീൻ്റെ ഡീറ്റെയിൽസും അവരുടെ വാറ്റും അവരുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറിന് പേ ചെയ്തതായിട്ട് ഇവിടെ കാണിക്കും. ആ എമൗണ്ട് കഴിച്ചിട്ട് നമുക്ക് വാറ്റ് പേ ചെയ്യാണ്ടാവുള്ളൂ.
ഇതാണ് എക്സ്പെൻസ് നമ്മൾ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ.